ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഉള്ളി. അതായത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയാം. ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോകാർബൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അലിഫേറ്റിക്കും സൈക്ലിക്കും. അലിഫേറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും, ബ്രാഞ്ചസ് ഒക്കെ വരും, എന്നാലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും അലിഫേറ്റിക് കോമ്പൗണ്ട്സ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് അതിനെയാണ് അലിഫേറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ സൈക്കിൾ ഷേപ്പ് ആയിരിക്കും, അതായത് ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഈ അലിഫേറ്റിക് കോമ്പൗണ്ട്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അലിഫേറ്റിക് കോമ്പൗണ്ട്സിനെ നമുക്ക് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും വരിക, ആൽക്കെയിൻസ് ഒക്കെ പോലെ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ വരാം. ഒന്നുകിൽ ആൽക്കീൻ ആവാം, അല്ലെങ്കിൽ ആൽക്കൈൻ ആവാം. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട്, കാർബൺ ഡബിൾ ബോണ്ട് വരും ഇതുപോലെ. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരും. സോ അലിഫേറ്റിക് കോമ്പൗണ്ട്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡും, ഇതാണ് സാച്ചുറേറ്റഡ് ആൽക്കെയിൻ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ സിംഗിൾ ബോണ്ട് വരും. അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരും. അൺസാച്ചുറേറ്റഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽക്കീൻസും ആൽക്കൈൻസും. അതായത് ഡബിൾ ബോണ്ടും വരാം, ട്രിപ്പിൾ ബോണ്ടും വരാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സൈക്ലിക് കോമ്പൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാം. സൈക്ലിക് കോമ്പൗണ്ട്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അലിസൈക്ലിക്കും അരോമാറ്റിക്കും. അപ്പോൾ അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈക്ലോപെൻറ്റീൻ, സൈക്ലോബ്യൂട്ടീൻ, അതൊക്കെയാണ് അലിസൈക്ലിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് എന്ന് പറയുമ്പോൾ ബെൻസീൻ ആയിരിക്കും, എക്സാമ്പിൾ ബെൻസീൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഫർദർ ക്ലാസിഫൈ ചെയ്യാം. അലിസൈക്ലിക്കിനെ നമുക്ക് സൈക്ലോ ആൽക്കീൻസ്, സൈക്ലോ ആൽക്കൈൻസ് എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ, സൈക്ലോ ആൽക്കീൻസ് അതായത് സിംഗിൾ ബോണ്ട്, ഇത് ആൽക്കീൻ അതായത് ഡബിൾ ബോണ്ട്, ഇത് ആൽക്കൈൻ അതായത് ട്രിപ്പിൾ ബോണ്ട് വരും. അപ്പോൾ സൈക്ലോ പെൻറ്റീൻ, പെൻഡൈൻ. അപ്പോൾ അലിസൈക്ലിക്കിനെ നമുക്കിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ അരോമാറ്റിക് ആണെങ്കിൽ ഇതുപോലെ അരോമാറ്റിക്കിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അരോമാറ്റിക് കോമ്പൗണ്ട്സ് അതായത് ബെൻസീൻ, എക്സാമ്പിൾ ബെൻസീൻ. ഇതിനെ നമുക്ക് ബെൻസനോയിഡ്സും നോൺ ബെൻസനോയിഡ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബെൻസനോയിഡ്സ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബെൻസനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ബെൻസീൻ്റെ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ ബെൻസീൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബെൻസീൻ്റെ ഒരു പാർട്ട്, അപ്പോൾ ഇവിടെ ഒരു OH ഇങ്ങനെ കൊടുത്താൽ അത് ഫീനോലായി. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ടൊളുവീന്. അപ്പോൾ ഇതുപോലെയൊക്കെ വരുന്നതിനെയാണ് ബെൻസനോയിഡ്സ് എന്ന് പറയുക. അതായത് ഇത് ബെൻസീൻ്റെ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ ബെൻസീൻ ഉണ്ടാവും, അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കോമ്പൗണ്ട്സ് വരിക. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ നോൺ ബെൻസനോയിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 6 കാർബണൊന്നും ആയിരിക്കില്ല, 7 8 ഒക്കെ കാണും. അതായത് ബെൻസീൻ്റെ ഒരു പാർട്ടായിരിക്കില്ല. അതിനെയാണ് നോൺ ബെൻസനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കണ്ടത്. അപ്പോൾ ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകാർബൺസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അലിഫേറ്റിക്കും സൈക്ലിക്കും. അലിഫേറ്റിക്കിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ സിംഗിൾ ബോണ്ടാണ്, ആൽക്കെയിൻസ് ഒക്കെ പോലെ. ആൽക്കെയിനിൻ്റെ ജനറൽ മോളിക്കുലർ ഫോർമുല CnH2n+2 ആണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആവാം. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കീൻ എന്ന് പറയും, അതിൻ്റെ ഫോർമുല CnH2n ആണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരും, അത് CnH2n-2 ആണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. പിന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അലിഫേറ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഏകദേശം സിമിലർ ആയിട്ട് ഉള്ള
ക്യാരക്ടർ കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അലിസൈക്ലിക്. അതുകൊണ്ടാണ് നമ്മളിവിടെ സൈക്ലോ ആൽക്കീനും ആൽക്കൈൻസും എന്നും പറഞ്ഞു. കാരണം ഇവിടെ കണ്ടോ അലിഫേറ്റിക്കും ആൽക്കൈൻസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലിസൈക്ലിക്കും അലിഫേറ്റിക്കായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. അതേസമയം അരോമാറ്റിക് കോമ്പൗണ്ട്സിന് ഇതുമായിട്ട് ഒരു സിമിലാരിറ്റിയും ഇല്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് ഇതായിട്ടൊന്നും ഒരു സിമിലാരിറ്റിയും കാണിക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ നോക്കാം. അപ്പോൾ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ആൽക്കീൻസ് നോക്കാം. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ആണ്. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് കാർബൺ സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്സ്. അപ്പോൾ ആൽക്കീൻസിൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് മീതെയിൻ ആണ്. മീതെയിൻ CH4 മീതെയിൻ ആണ് ഫസ്റ്റ് മെമ്പർ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് C2H6 വരും, C3H8 വരും, H8. അങ്ങനെ ഒരു CH2ൻ്റെ വ്യത്യാസത്തിൽ അടുത്ത മെമ്പർ വരും. അപ്പോൾ അടുത്തത് C4H10 ആയിരിക്കും. അടുത്തത് ഒരു CH2ൻ്റെ വ്യത്യാസമായിരിക്കും ഇത് തമ്മിലുണ്ടാവുക. അപ്പോൾ അടുത്തത് C5H12, പിന്നെ C6H14. ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ മെമ്പേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ നോർമൽ ആൽക്കൈൻ നോമൻക്ലേച്ചർ റൂട്ട് വേർഡ് പ്ലസ്, അതിൻ്റെ പേര് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും, റൂട്ട് വേർഡ് പ്ലസ് എയിൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് വരും, അപ്പോൾ മിത്തെയിൻ. 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത് വരും, അപ്പോൾ ഈതെയിൻ. 3 എണ്ണം ഉണ്ടെങ്കിൽ പ്രൊപ്പ് വരും, അപ്പോൾ പ്രൊപ്പെയിൻ. ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ നോമൻക്ലേച്ചർ ഉണ്ടാവുക. പേര് കൊടുക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും. പിന്നെ ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ നോർമൽ കണ്ടീഷനിൽ അത് ഇനേർട്ടായിരിക്കും. അത് ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ് ആൻഡ് ബേസസ് ഓർ ദ റിയേജൻറ്റ്. അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഇത് ഇനേർട്ടായിരിക്കും. കണ്ടീഷൻസിൽ ആൽക്കൈൻസ് ഇനേർട്ടാണ്. ആൻഡ് ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ്, ബേസസ് ആൻഡ് അതർ റിയേജൻസ്. അപ്പോൾ ജനറൽ മോളിക്കുലർ ഫോർമുല CnH2n+2 ആണ്. ഇതൊക്കെയാണ് ആൽക്കീനിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇത് അരോമാറ്റിക്, നമ്മൾ നേരത്തെ പറഞ്ഞ അരോമാറ്റിക്കിൻ്റെ കേസാണ്. അപ്പോൾ കണ്ടോ എല്ലാം ബെൻസീൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതിനെ ബെൻസനോയിഡ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ബെൻസീൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇനി ഇത് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഇവിടെ കണ്ടോ, ഇത് ഈ കാണിച്ചിരിക്കുന്ന കാർബൺ ആണ്, ഇത് 3 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ കാർബൺ തമ്മിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇതൊരു സിംഗിൾ ബോണ്ടാണ്. ഇവിടെ കണ്ടോ ഡബിൾ ബോണ്ടാണ്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഇത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നു. ഇനി ആൽക്കീൻസിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൽക്കീൻസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. അതായത് സിംഗിൾ ബോണ്ട് വരുന്നതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ. CnH2n+2 ആണ് അതിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സൈക്ലിക് ആൽക്കീൻസും ഉണ്ട്, സൈക്ലോപ്രൊപ്പെയിൻ ഒക്കെ പോലെ. സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോബ്യൂട്ടെയിൻ, സൈക്ലോപെൻറ്റെയിൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞില്ലേ അലിസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് അലിഫേറ്റിക് ആയിട്ട് ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിലെ കുറച്ച് മെത്തേഡ്സ് ആണിത്. ഫസ്റ്റ് അതിൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കൈൽ ഹലൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹലൈഡ്സ്, അല്ലെങ്കിൽ വുഡ്സ് റിയാക്ഷൻ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കോൾബെ ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഫസ്റ്റ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇതാണ് അൺസാച്ചുറേറ്റഡ്. അതായത് ആൽക്കൈൻസ് ഒക്കെ പോലെ ആൽക്കീൻ
അല്ലെങ്കിൽ ആൽക്കൈൻ ഒക്കെ പോലെ ഇതിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു മെത്തേഡിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അപ്പോൾ ഇതിൽ നിന്ന് ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈൻ അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ പ്രോസസ്സ് ഇതാണ്, ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈൻ ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആഡ്സ് ടു ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് in the presence of finely divided catalyst like platinum, palladium or nickel. അപ്പോൾ ഇത് പ്ലാറ്റീനിയം, പലേഡിയം ഓർ നിക്കൽ. ഇവിടെ അതെ പ്ലാറ്റീനിയം, പലേഡിയം ഓർ നിക്കൽ ഇതിൻ്റെ പ്രസൻസിൽ ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൻസ് ഹൈഡ്രജൻ ആയിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആൽക്കെയിൻസ് കിട്ടും. ഇതിനെയാണ്, ഈ പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രോജനേഷൻ എന്നും പറയും. കാരണം ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോസസ്സിനെ ഹൈഡ്രോജനേഷൻ എന്നും പറയും. ഇപ്പം നമുക്ക് അപ്പോൾ നമുക്ക് ഇഥീൻ എടുക്കാമെന്ന് വിചാരിക്കുക. CH2 ഡബിൾ ബോണ്ട് CH2 ഇഥീനിലേക്ക് നമുക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ഈ പറഞ്ഞ കാറ്റലിസ്റ്റ് പ്ലാറ്റീനിയം, പലേഡിയം, നിക്കൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഈതെയ്ൻ ആയിരിക്കും. അതായത് CH3. അപ്പോൾ ഈ ഹൈഡ്രജൻ കണ്ടോ, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും വന്നു, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും വന്നു, CH3 കിട്ടും. ഈത്തീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ ഈതെയ്ൻ കിട്ടും. അതുപോലെ ഇപ്പോൾ പ്രൊപ്പീൻ ആണെങ്കിൽ CH3CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് പ്രൊപ്പീനാണ്, പ്രൊപ്പീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റീനിയം, പലേഡിയം ആൻഡ് നിക്കൽ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊപ്പീൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പെയിൻ ആയിരിക്കും. അതായത് ഇവിടെ ഉള്ള ഏത് ആൽക്കീൻ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് ഇവിടെ കിട്ടുക. ഇവിടെ പ്രൊപ്പായിരുന്നു, അതുകൊണ്ട് കിട്ടുന്ന ആൻസറിലും പ്രൊപ്പായിരിക്കും. പ്രൊപ്പീനായിരുന്നു, അത് ഹൈഡ്രജനായിട്ട് ആഡ് ചെയ്താൽ പ്രൊപ്പെയിൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് CH3, CH2, CH3 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ആൽക്കീനിൻ്റെ കേസാണ്. ഇനി ആൽക്കൈൻ ആണെങ്കിൽ നമുക്കൊരു ആൽക്കൈൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആൽക്കൈൻ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ CH3 ട്രിപ്പിൾ ബോണ്ട് CH ഒരു ആൽക്കൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് ഒരു ഹൈഡ്രജൻ ആയിരുന്നു. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ, ആൽക്കൈൻ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ടി വരും. കാരണം ആദ്യം ഈ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറും. ഒരു ഹൈഡ്രജൻ എടുത്ത് ഇത് ഡബിൾ ബോണ്ടായി മാറും. അത് കഴിഞ്ഞിട്ടാണ് അത് ആൽക്കെയിനായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യണം. കാരണം ആദ്യം അത് ഡബിൾ ബോണ്ട് കോമ്പൗണ്ട് ആവും, എന്നിട്ടാണ് അത് ആൽക്കെയിൻ ആവുന്നത്. ഓക്കെ, ഇത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ആൽക്കെയിനിനെ ഉണ്ടാക്കേണ്ട പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെ. അപ്പോൾ മെത്തേഡ് ഇൻവോൾവ് ബൈ ഹൈഡ്രോജനേഷൻ, ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ആൽക്കീൻ എടുക്കും, അതിലേക്കൊരു ഹൈഡ്രജൻ ആഡ് ചെയ്യും. ആ ഹൈഡ്രജൻ ഇവിടെ എക്സ്ട്രാ വന്ന് ആഡ് ആവും. അങ്ങനെ നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ കിട്ടും. ഇവിടെ ഈത്തീൻ ആണെങ്കിൽ ഈതെയ്ൻ കിട്ടും. ഇനി നമ്മളിപ്പോൾ പ്ലാറ്റീനിയം, പലേഡിയം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആക്ടിവേറ്റഡ് നിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റഡ് നിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റിയാക്ഷനെ നമ്മൾ സബേഷ്യർ-സാൻഡേഴ്സൺ റിഡക്ഷൻ എന്നാണ് പറയുക. സെയിം തന്നെ ഇത്തീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റഡ് നിക്കൽ ഈതെയ്ൻ കിട്ടും. അപ്പോൾ ഇത്തീനായിരുന്നു, നമുക്കത് മാറ്റി ഈതെയ്ൻ കിട്ടുന്നു. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ആൽക്കൈനിൻ്റെ കേസ് ആണെങ്കിൽ ഈതൈൻ ആണെങ്കിൽ, ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, ഈതൈൻ ആണെങ്കിൽ അത് ആദ്യം ഇത്തീൻ ആവണം, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നത്.
ഇനി ആൽക്കൈൽ ഹാലൈറ്റ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ റീപ്ലേസിങ് ഹൈഡ്രജൻ ബൈ ഹാലജൻ. ആൽക്കൈൽ ഹാലൈറ്റ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ്രജനെ ഹാലജൻ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സ്, അപ്പോൾ ഇത് ആൽക്കൈൽ ഹാലൈറ്റ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൽക്കൈൽ ഹാലൈറ്റ്സിൽ നിന്ന് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. മെയിൻലി ഇതുണ്ട്, വേറെ മെത്തേഡ്സ് ഉണ്ട്. ബട്ട് നമ്മൾ മെയിൻലി നോക്കുന്നത് ഒന്ന് റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, ഈ പ്രോസസ്സ്. റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, അപ്പോൾ ഫ്രം ആൽക്കൈൽ ഹാലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ആൽക്കൈൽ ഹാലൈറ്റ്സ് എക്സെപ്റ്റ് ഫ്ലൂറിൻ on reduction with zinc and dilute HCl. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ക്ലോറോ മീത്തേൻ എടുക്കുകയെന്ന് വിചാരിക്കാം, CH3Cl. അപ്പോൾ ക്ലോറോ മീത്തേൻ എന്ന് പറയുമ്പം ഇത് മീത്തേൻ ആയിരുന്നു. അപ്പോൾ മീത്തേൻ എന്ന് പറയുമ്പോൾ CH4, അതിലെ ഒരു H എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ കൊടുത്തു, ഇതാണ് ക്ലോറോ മീത്തേൻ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്, ഇവിടെ ക്ലോറിനൊക്കെയാണ് വരിക, ഫ്ലൂറിൻ കൊടുക്കില്ല. ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ ഫ്ലൂറിൻ കൊടുക്കില്ല. അപ്പോൾ ക്ലോറോ മീത്തേനിൽ റിഡക്ഷനാണ്, അപ്പോൾ പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് HCl. അപ്പോൾ സിങ്കും ഡൈല്യൂട്ട് HCl H+, സിങ്കും ഡൈല്യൂട്ട് HClൻ്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈറ്റ്സിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ക്ലോറോ മീത്തേൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് മീത്തേൻ ആയിരിക്കും. മീത്തേൻ പ്ലസ് HCl വരും. അതുപോലെ ഇപ്പോൾ ക്ലോറോ ഈത്തേൻ ആണ് എടുക്കുന്നതെങ്കിൽ C2H5Cl പ്ലസ് ഹൈഡ്രജൻ. ക്ലോറോ ഈത്തേൻ ആണെങ്കിൽ, ക്ലോറോ ഈത്തേൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈത്തേൻ അല്ലേ, നമുക്കിവിടെ കിട്ടുന്നത് ഈത്തേൻ ആയിരിക്കും. C2H6 പ്ലസ് HCl ആയിരിക്കും ഇവിടെ കിട്ടാം. ഫ്ലൂറിൻ വെച്ചാൽ വരില്ല, ഫ്ലൂറിൻ എടുക്കരുത്. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കാം, CH3 ആയിട്ട് ഫ്ലൂറിൻ തന്നിട്ട് ഇത് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും എന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. ഇത് ഫ്ലൂറിനായിട്ട് എക്സെപ്റ്റ് ഫ്ലൂറിനാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ C2H5Br ആണെങ്കിൽ ബ്രോമിൻ ഹൈഡ്രജനായിട്ട് വേണമെങ്കിൽ ബ്രോമിൻ എടുക്കാം ക്ലോറിന് പകരം. അങ്ങനെയാണെങ്കിൽ C2H6ഉം അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ബ്രോമൈഡും ആയിരിക്കും കിട്ടുക. ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടിയ പോലെ. ഇപ്പം ഞാൻ CH3CH2Cl അതായത് ക്ലോറോപ്രൊപ്പെയിൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിഡക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രൊപ്പെയിൻ ആയിരിക്കും. CH3CH2CH3 പ്ലസ് HCl. അതായത് നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ആയിരിക്കും കിട്ടുക. ക്ലോറോ മീത്തേൻ എടുത്തപ്പോൾ, അതായത് ഇവിടെ എടുത്ത ആൽക്കൈൽ ഹാലൈഡ് മീത്തേൻ്റെ ആണ്. ഏത് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇപ്പോൾ ഇവിടെ ക്ലോറോ മീത്തേൻ എടുത്തപ്പോൾ നമുക്കിവിടെ മീത്തേൻ കിട്ടി. ഇവിടെ ക്ലോറോ ഈത്തേൻ എടുത്തപ്പോൾ നമുക്കിവിടെ ഈത്തേൻ കിട്ടി. അതേപോലെ ഇവിടെ ക്ലോറോ പ്രൊപ്പെയിൻ എടുത്തപ്പോൾ ഇവിടെ നമുക്ക് പ്രൊപ്പെയിൻ കിട്ടി. അപ്പോൾ ഇതാണ് ഫ്രം ആൽക്കൈൽ ഹാലൈറ്റ്സ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സിൻ്റെ റിഡക്ഷൻ വഴി നമുക്ക് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്, മെത്തേഡാണ് ഇത്. ഇനി അടുത്ത മെത്തേഡ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് സോഡിയം മെറ്റൽ. അപ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് sodium metal in dry ethereal
അതായത് എത്തറിയൽ പറഞ്ഞാൽ ഫ്രീ ഫ്രം മോയ്സ്ചർ solution gives higher alkenes. അപ്പോൾ alkyl halides on treatment with sodium metal in dry ethereal solution gives higher alkenes. ഇവിടെ കിട്ടുന്നത് higher alkenes ആയിരിക്കും. അപ്പോൾ this is used for preparation of higher alkenes. ഹയർ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. ഇറ്റ്സ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഹയർ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഇതിനാണ് വുഡ്സ് റിയാക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഹയർ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ CH3Br അതായത് ബ്രോമോമീതെയിൻ പ്ലസ് സോഡിയം 2 സോഡിയം പ്ലസ് ബ്രോമോമീതെയിൻ. അപ്പോൾ ബ്രോമോമീതെയിൻ ഇവിടെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇത് ബ്രോമോമീതെയിൻ തന്നെ ഇവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. 2 ബ്രോമോമീതെയിൻ പ്ലസ് 2 സോഡിയം ഡ്രൈ ഈതർ. നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് ബ്രോമോ ഈതെയിൻ അല്ല മീതെയിൻ ആണ് കേട്ടോ. ബ്രോമോ മീതെയിൻ ആണ് ഇത്. CH3 അല്ലേ, CH4ൻ്റെ ഒരു H എടുത്ത് മാറ്റിയിട്ട് അവിടെ ബ്രോമിൻ കൊടുത്തേക്കാണ്. അപ്പോൾ ബ്രോമോ മീതെയിൻ. അപ്പോൾ ബ്രോമോമീതെയിൻ 2 ബ്രോമോമീതെയിൻ പ്ലസ് സോഡിയം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈതെയിൻ ആയിരിക്കും. CH3 ആയിരിക്കും കിട്ടുക. ഈതെയിൻ പ്ലസ് സോഡിയം ബ്രോമൈഡ് ഇതായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ CH3യും ഈ CH3യും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. CH3യും ബാക്കിയുള്ള സോഡിയം ബ്രോമൈഡ് ഇവിടെയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ മീതെയിൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, ഈതെയിൻ ആണ്. അതായത് അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു ആൽക്കെയിനാണ് കിട്ടിയത്. മീതെയിനേക്കാൾ ഹയർ ആയിട്ടുള്ള ആൽക്കെയിൻ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ഇതിന് പകരം വേറൊരു എലിമെൻ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു കോമ്പൗണ്ട് എടുക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ C2H5Br പ്ലസ് 2Na ആണ് എടുക്കുന്നതെങ്കിൽ ഇത് പ്ലസ് BrC2H5 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ C2H5 ഒരുമിച്ച് എഴുതാം. അപ്പോൾ C2H5 ഇതായിരിക്കും കിട്ടുക. അതായത് N-ബ്യൂട്ടെയിൻ കിട്ടും, നോർമൽ ബ്യൂട്ടെയിൻ കിട്ടും. അപ്പോൾ ഇവിടെ എടുത്തത് എന്തായിരുന്നു, C2H6ൻ്റെ ആയിരുന്നു. അതിലൊരു H എടുത്ത് മാറ്റിയിട്ട് ബ്രോമിൻ കൊടുത്തു. അതായത് ബ്രോമോ ഈതെയിൻ ആണ് ഇവിടെ എടുത്തത്. ബ്രോമോ ഈതെയിൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ 2 ആണ്, C2 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് എത്രയാണ്, C4 കിട്ടി. അതായത് ബ്യൂട്ടെയിൻ കിട്ടി. അപ്പോൾ ഒരു കാർബൺ എടുത്തപ്പോൾ ഇവിടെ ഒരു കാർബൺ ഉള്ളത് എടുത്തപ്പോൾ നമുക്കിവിടെ 2 കാർബൺ ഉള്ള ആൽക്കെയിൻ കിട്ടി. ഇവിടെ ഫസ്റ്റ് കേസിൽ ഈ ഫസ്റ്റ് കേസിൽ ഒരു കാർബൺ ഉള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്തപ്പോൾ നമുക്ക് 2 കാർബൺ ഉള്ള ആൽക്കെയിൻ കിട്ടി. 2 കാർബൺ ഉള്ളത് എടുത്തപ്പോൾ നമുക്കിവിടെ 4 കാർബൺ ഉള്ളത് കിട്ടി. കാരണം എന്താ, ഈ C2 ഈ C2H5 എടുത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ C4H10 കിട്ടി. അതായത് നോർമൽ ബ്യൂട്ടെയിൻ കിട്ടി. അപ്പം ഇവിടെ നമ്മൾ രണ്ടും സെയിം ആയിട്ട് എടുത്തേക്കുന്നത് കണ്ടോ, C2H5Br അതേപോലെ CH3Br ഇവിടെയും CH3Br സെയിം ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി ഇങ്ങനെ സെയിം ആയിട്ടല്ലാതെ നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ട് എടുത്തു എന്ന് വയ്ക്കാം, സെയിം അല്ലാത്ത എടുത്തു എന്ന് വയ്ക്കാം. അതായത് ബ്രോമോമീതെയിനും ബ്രോമോ ഈതെയിനും ഇത് രണ്ടുമാണ് എടുത്തതെന്ന് വയ്ക്കാം. ഇവിടെ രണ്ടിടത്തും സെയിം കൊടുക്കുന്നതിന് പകരം രണ്ടിടത്തും ഡിഫറെൻറ്റ് ടേംസാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു എന്ന് കരുതാം. CH3Br പ്ലസ് 2 സോഡിയം പ്ലസ് ഇനി അടുത്തത് C2H5Br എടുത്തു എന്ന് കരുതാം. അപ്പോൾ ഇവിടെ രണ്ടും ഡിഫറെൻറ്റാണ് കണ്ടോ, ഇതും ഡിഫറെൻറ്റാണ്. ഇവിടെ എടുത്തത് സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തത് ഇതിന് മുന്നത്തെ എക്സാമ്പിളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും ഡിഫറെൻറ്റാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത്, ഇവിടെ നമുക്ക് 1-2 പ്രോഡക്റ്റ് കിട്ടും. 1-2 അല്ല, ഇങ്ങനെ 3 പ്രോഡക്റ്റ് കിട്ടും. CH3 C2H5 പ്ലസ്
C2H5, C2H5 ഇങ്ങനെ 3 പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഈ CH3 ഇതേപോലെ വേറെയും CH3 ഉണ്ടാവും, അതായിട്ട് കമ്പൈൻ ചെയ്ത് CH3 അതേപോലെ CH3 C2H5 അതേപോലെ C2H5 C2H5 ഇങ്ങനെ നമുക്ക് 3 പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ 3 പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് വേണ്ട പ്രോഡക്റ്റിനെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് മാറ്റാൻ സാധിക്കില്ല. കാരണം ഇത് 3ൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒരു രീതിയിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് ഇതാണെങ്കിൽ ഇതിനെ മാത്രമായിട്ട് ഈ കിട്ടുന്ന പ്രൊഡക്റ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല. നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എടുക്കുക. അതായത് സിമിലർ ആയിട്ടായിരിക്കും ഈ രണ്ട് സൈഡിലും സിമിലർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷനിൽ ഇൻ ദിസ് 2 molecules ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൻ്റെ 2 മോളിക്യൂൾ നമ്മൾ എടുത്തു. 2 molecules ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? RR കിട്ടും. RR അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. കണ്ടോ, CH3 അങ്ങനെ RR കിട്ടും. പ്ലസ് NaX കിട്ടും. സോഡിയം ഹാലൈഡ് ഫോം ചെയ്യും, ആൽക്കീൻ ഫോം ചെയ്യും. അപ്പോൾ മീഥൈൽ ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈത്തൈനും സോഡിയം ക്ലോറൈഡും ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ CH3 അതെടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡ്രൈ ഈതർ യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഫ്രീ ഫ്രം മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോഡിയത്തെ ഡ്രൈ ആയി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സോഡിയം മോയ്സ്ചർ കണ്ടീഷൻസിൽ കത്തും, തീ പിടിക്കും. അപ്പോൾ അത് സോഡിയം അങ്ങനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ ഡ്രൈ ഈതർ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ്. ഈഥൈൽ ഹാലൈഡും സോഡിയം ഈഥൈൽ ഹാലൈഡ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഈഥൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് കിട്ടുന്നത് ബ്യൂട്ടീനാണ്. നമ്മൾ പറഞ്ഞില്ലേ 4 കിട്ടും. ഇവിടെ 2 കാർബൺ ഉണ്ട്, C2 2 കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് 4 കാർബൺ ആയിരിക്കും. അപ്പോൾ ഹയ്യർ ആൽക്കെയിൻസ് ആണ് കിട്ടുക. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഹയ്യർ ആൽക്കെയിൻസ് കിട്ടാനുള്ള പ്രിപ്പയറിംഗ് മെത്തേഡ് എന്താ? അത് വുഡ്സ് റിയാക്ഷനാണ്. ഇവിടെ ഒരു 2 കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. 1 കാർബൺ ഉള്ളത് എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഇനി അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, വി നീഡ് ടു ടേക്ക് ദ സെയിം ആൽക്കൈൽ ഹാലൈഡ്. അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? വി ഗെറ്റ് മിക്സ്ചേഴ്സ് ഓഫ് ആൽക്കീൻസ്. അപ്പോൾ ഇങ്ങനെ മിക്സ്ചേഴ്സ് ഓഫ് ആൽക്കൈൻസ് കിട്ടുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സെയിം ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അനദർ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ബൈ ദിസ് മെത്തേഡ് വി ക്യാൻ പ്രിപ്പയർ ആൽക്കീൻസ് only with even number of carbon atoms. ഇതും നോട്ട് ചെയ്യണം. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും വുഡ്സ് റിയാക്ഷനാണ്. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഇതിൽ ഈ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ RCOOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിൽ നിന്ന് ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം. ഓക്കെ, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം. അതായത് സോഡ ലൈം എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും ആണ്. ഇത് സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ദേ ഗീവ് ആൽക്കീൻസ് കണ്ടെയ്നിങ് 1 കാർബൺ ലെസ് ദാൻ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ? ഈ മെത്തേഡിൽ വി ഗെറ്റ് എ പ്രോഡക്റ്റ് ഹാവിങ് 1 കാർബൺ ലെസ് ദാൻ കാർബോക്സിലിക് ആസിഡ്. നേരത്തേതിൽ ഹയർ ആൽക്കെയിൻസ് ആണ് കിട്ടിയത്. ഇവിടെ 1 കാർബൺ കുറവായിരിക്കും. ഇവിടെ കണ്ടോ 2 കാർബൺ ഉണ്ട്, പക്ഷേ ഇവിടെ കിട്ടുന്നതിൽ 1 കാർബണേ ഉള്ളൂ, CH4 ഉള്ളൂ. അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിനേക്കാൾ 1 കാർബൺ കുറഞ്ഞ ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ഇപ്പം ഈ റിയാക്ഷനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയും. കാരണം ഇതിൽ നിന്ന് ഈ സോഡിയം അസറ്റേറ്റിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്, എലിമിനേറ്റ് ആവുന്നത് CO2 ആണ്. ഇതിൽ നിന്ന് ഈ CO2 എലിമിനേറ്റ് ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിനെ ഡീകാർബോക്സിലേഷൻ എന്നും പറയും. അപ്പോൾ ഇറ്റ് ഈസ് റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്
അപ്പോൾ in this first carboxylic acid is made to react with sodium metal, then followed by its reaction with sodium hydroxide to get the desired alkanes. അപ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം എത്തനോയേറ്റ് എടുക്കാം, COONA. അപ്പം സോഡിയം എത്തനോയേറ്റ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു പ്രസൻസ് ഓഫ് CaO. സോഡ ലൈം എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും മിക്സ്ചർ ആയിരിക്കും, ഇത് രണ്ടിൻ്റെയും മിക്സ് ആയിരിക്കും. NaOHൻ്റെയും CaOൻ്റെയും മിക്സ് ആയിരിക്കും. അത് ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് കിട്ടും? മീഥെയിൻ കിട്ടും. ഇതിൽ നിന്ന് ഒരു കാർബൺ കുറവാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 2 കാർബൺ ഉണ്ട്, അതിൽ നിന്ന് ഒരു കാർബൺ കുറഞ്ഞാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക, NH4+ Na2CO3. ഇവിടെ ഡീകാർബോക്സിലേഷൻ പ്രോസസ്സാണ്. ഇതിന് CO2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ആണ് എലിമിനേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഇതൊരു ഡീകാർബോക്സിലേഷൻ പ്രോസസ്സും കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ CH3 CH2 CH2 COO Na പ്ലസ് NaOH ആണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് CaO നമുക്ക് കിട്ടുന്നത് CH3 CH2 CH3 പ്ലസ് Na2CO3 ആയിരിക്കും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ നോർമൽ പ്രൊപ്പെയിനാണ്. 3 കാർബൺ C. ഇവിടെ ആണെങ്കിലോ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. ഇതൊരെണ്ണം 2 3 4 4 കാർബൺ ഉണ്ട്. അപ്പോൾ ഈ സോഡിയം കാർബോക്സിലിക്കിൽ നിന്ന് ഒരു കാർബൺ കുറച്ചാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഒരു കാർബൺ ലെസ് ദാൻ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഈ കിട്ടുന്ന പ്രൊഡക്റ്റ്. ഒരു കാർബൺ കുറവായിരിക്കും. ഈ കാർബോക്സിലിക് ആസിഡിൽ 4 കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇനി അടുത്ത മെത്തേഡാണ് കോൾബെ ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. അപ്പോൾ കോൾബെ ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട്. അപ്പോൾ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് എ carboxylic acid on electrolysis gives alkane containing even number of carbon atoms. അപ്പോൾ ഇവിടെയും ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഇതിലും പ്രൊഡ്യൂസ് ആവുന്നത്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ആൽക്കെയിൻസിനെ ആയിരിക്കും ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ CH3 COO പ്ലസ് വാട്ടർ, ഇതിനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അക്വ സൊല്യൂഷനാണ്, ഇലക്ട്രോലൈസിസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് CH3 പ്ലസ് 2CO2 പ്ലസ് H2 പ്ലസ് 2NaOH ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓഡ് നമ്പർ കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് ഈവൻ നമ്പർ ഉള്ള കാർബൺ ആറ്റം ആയിരിക്കും. ഈവൻ നമ്പർ കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ ആയിരിക്കും കിട്ടുക, ഓഡ് നമ്പർ ഉള്ളത് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ CH3COO Na. അപ്പോൾ CH3CO Na എന്ന് പറഞ്ഞാൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് CH3CO ഡബിൾ ബോണ്ട് O പ്ലസ് 2Na+. ഈ ഫോമിലായിരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, CH3CO Na. അപ്പോൾ CH3CO Na എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ ആനോഡിലും കാത്തോഡിലെയും നോക്കാം. അപ്പോൾ ആനോഡിൽ ഈ റിയാക്ഷൻ ഉണ്ടാവുന്നത് ആനോഡിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ
ഈ അസറ്റേറ്റ് അയോൺ അപ്പോൾ 2CH3CO മൈനസ് ഡബിൾ ബോണ്ട് O, അതായത് അസറ്റേറ്റ് അയോൺ റിഡക്ഷൻ പ്രോസസ്സ് ഓക്സിഡേഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതായത് 2 ഇലക്ട്രോൺസ് അത് റിലീസ് ചെയ്യും, ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നിട്ട് അത് അസറ്റേറ്റ് ഫ്രീ റാഡിക്കലാവും, CH3CO ഡബിൾ ബോണ്ട് O. അപ്പോൾ അസറ്റേറ്റ് ഫ്രീ റാഡിക്കലാവും, അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ. ഇത് മീഥൈൽ ഫ്രീ റാഡിക്കലാവും. മീഥൈൽ ഫ്രീ റാഡിക്കലും 2CO2 ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ മീഥൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. പിന്നെ എന്ത് പറ്റും, ഇവിടെ 2 മീഥൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു. ഈ 2 മീഥൈൽ ഫ്രീ റാഡിക്കൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യും, പ്ലസ് CH3. ഈ 2 മീഥൈൽ ഫ്രീ റാഡിക്കൽസ് കമ്പൈൻ ചെയ്ത് നമുക്ക് CH3 കിട്ടും. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇത് റേസ് ചെയ്തിട്ട് എഴുതാം. കാഥോഡിൽ നടക്കുന്നത്, അപ്പോൾ H2O നേരത്തെ ഇലക്ട്രോലൈസിസ് മെത്തേഡാണ്, അക്വ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. H2O അവിടെ റിലീസായ, നേരത്തെ ഓക്സിഡേഷൻ നടന്ന റിലീസായ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് OH മൈനസും ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ഫോം ചെയ്യും. 2 ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് H2 ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് കാഥോഡിൽ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ കഴിയുമ്പോൾ, അപ്പോൾ ആനോഡും കാഥോഡും കൂടെ ഒരുമിച്ച് എഴുതിയതാണ് ആദ്യം എഴുതിയ ഇക്വേഷൻ. അപ്പോൾ സോഡിയം, നമ്മൾ കാർബോക്സിലിക് ആസിഡ് സോഡിയത്തിനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് CH3 ആണ് നേരത്തെ കിട്ടിയത്. കാരണം ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള രീതിയിൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത്. ഈ ഒരു കേസിൽ ഇപ്പം നമുക്ക് കിട്ടിയത് CH3 എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, ഞാനത് ഇറേസ് ചെയ്ത് കളഞ്ഞു. നമുക്ക് നേരത്തെ കിട്ടിയത് CH3 ആയിരുന്നു. അപ്പോൾ ഈ CH3ക്ക് പകരം നേരത്തെ CH3C2H5 ആണ് എടുത്തതെങ്കിൽ, നമുക്കിപ്പോൾ C2H5 ആണ് എടുത്തതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഫ്രീ റാഡിക്കൽ ആയനെ, CH3C2H5ൻ്റെ ഫ്രീ റാഡിക്കൽ നമുക്ക് കിട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ, ഈ കോൾബെ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ഒരിക്കലും കോൾബെ മെത്തേഡിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഈ സ്ലൈഡ് നോക്കണ്ട കേട്ടോ, ഇതിൽ ചെറിയ എററുണ്ട്, നോക്കണ്ട. അപ്പോൾ കോൾബെ മെത്തേഡിൻ്റെ പ്രോസസ്സിലുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് മീഥെയിൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കോൾബെ മെത്തേഡ് വെച്ച് മീഥെയിൻ cannot be prepared. Methane cannot be prepared by this method. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് മീഥെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്? കാരണം ഇവിടെ ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫോം ചെയ്യുന്നത്, അപ്പോൾ ആനോഡിൽ നമ്മൾ ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ ആദ്യം എഴുതി. അതായത് നമ്മൾ ആനോഡിൽ എഴുതിയ ഇക്വേഷൻ ഇതായിരുന്നു, 2CO മൈനസ് ഡബിൾ ബോണ്ട് O. ഇവിടെ ഓക്സിഡേഷൻ നടന്ന് 2 ഇലക്ട്രോൺസ് റിലീസ് ചെയ്തു. പിന്നെ അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു, അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ. അതിൽ നിന്ന് നമുക്കിവിടെ 2 മീഥൈൽ ഫ്രീ റാഡിക്കലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തത് 2 മീഥൈൽ ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ഈ 2 മീഥൈൽ ഫ്രീ റാഡിക്കലാണ് പിന്നീട് കമ്പൈൻ ചെയ്തത്. അപ്പോൾ ഈ 2 മീഥൈൽ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് CH3 കിട്ടിയത്. അപ്പോൾ മീഥൈലാണ്. നമുക്ക് മീഥെയിൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഇവിടെ മീഥൈലാണ്, മീഥെയിൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഹൈഡ്രജനും കൂടെ കിട്ടിയാൽ അത് CH4 ആവും. പക്ഷേ ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ല, CH3 തന്നെ CH3യോട് റിയാക്ട് ചെയ്തിട്ടാണ് CH3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രോസസ്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മീഥെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ.